സത്യം പറഞ്ഞ എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. വെറും വയറ്റിൽ എന്നെ ഇവര് എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാനിപ്പോ സ്കൂൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇവിടെ ഫെസ്റ്റിവൽ ഉണ്ട്, അവിടെ ഇവിടെ മുതൽ അങ്ങ് തുടങ്ങുവാണ്. ഭയങ്കര തിരക്ക്. നമ്മുടെ ഇവിടെ വന്ന പ്രോഗ്രാം അല്ലേ, പോയി കണ്ടില്ലേ മോശമല്ലേ. മാമി അവിടെ ഗിറ്റാർ പഠിച്ചു, അവിടെ പാട്ട് പാടുന്നുണ്ട്. ഡാൻസ് കളിച്ച് പോയ ഞാൻ ആദ്യം കണ്ട ഐസ്ക്രീം ഷോപ്പാണേ. ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോണം. ഹായ്, ഒരുപാട് വെറൈറ്റിയിലുള്ള ഐസ്ക്രീം ഇവിടെ ഉണ്ട്. ഐസ്ക്രീമിനായിട്ട് സെറ്റപ്പില് ഇവിടത്തെ ബൾബ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ തിരിഞ്ഞാലും ഫുഡ്. ഇന്ന് ഞാൻ തിന്നു മരിക്കും. വെറും കോണും പിസായി ഹോട്ട്ഡോഗ്സ് വരെ എല്ലാം. അങ്ങനെ നമ്മ മാമി എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് ഐസ്ക്രീമാ വേണ്ടേ. നമ്മൾ പണ്ടേ സ്ട്രോബെറിന്റെ ആളായതുകൊണ്ട് ഞാൻ സ്ട്രോബെറി മേടിച്ചു. അവർ ഐസ്ക്രീമിന്റെ മണ്ടയില് കുറെ ഡെക്കറേഷൻ ചെയ്ത് എന്റെ കൈ തന്നു. ഞാൻ കഴിയുന്ന കണ്ടിട്ട് ഉമ്മിക്കും ആഗ്രഹം ഐസ്ക്രീം കഴിക്കണമെന്ന്. ഉമ്മി പിസ്താന്റെ ഐസ്ക്രീമാ മേടിച്ചേ. പാപ്പി മാമിയോട് വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഐസ്ക്രീം കുടിച്ച് ഞങ്ങൾ അങ്ങനെ അതുവരെ എല്ലാം നടക്കാൻ പോയി. ഇതെല്ലാ വർഷവും വരുന്ന ഫെസ്റ്റിവലിലാണ്. ഇങ്ങനെയുണ്ട്, ടഫ് സ്റ്റെപ്പ് അല്ലേ. ഐഷു ആണെങ്കിൽ എന്നെക്കാട്ട് കൊതിച്ചു, അവളും ഐസ്ക്രീം തിന്നുക. ഇവിടെ നമ്മുടെ ആകാശത്തൊട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇവിടെ രാത്രിയിലാണ് വൈബ്. രാത്രിയിൽ വരാൻ പറ്റാത്തോണ്ട് ഇപ്പം വന്നത്. ഒരുപാട് സ്റ്റാളുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്റ്റാലുകൾ. അധികം ഫുഡിന്റെ ആണ് ഇവിടെ സ്റ്റാലുകൾ. പല സ്ഥലത്തു നിന്നുള്ള ഫുഡും ചോക്ലേറ്റും കുക്കീസും ഇവിടെ എല്ലാം കിട്ടും. അതൊന്നും ഇഷ്ടമല്ലാതെ ഞാൻ അതൊന്നും മേടിച്ചില്ല. എന്തായാലും ഇതൊക്കെ നടന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് 3 ദിവസം മാത്രമേ ഉള്ളൂ ഈ പരിപാടി. ഇത് നമ്മുടെ തേനാണ് കേട്ടോ, നല്ല ഫ്രഷ് തേന്. പുറത്തുനിന്ന് മുട്ടായി അരിക്കാതിരിക്കാനായിരിക്കും ഇത് കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഈ അമ്മച്ചീന്റെ കട നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് സാലഡാണ് കേട്ടോ ഇവിടത്തെ പ്രത്യേകത. നമുക്ക് സാലഡ് എന്ന് പറഞ്ഞാൽ ആകെ കച്ചമ്പർ മാത്രമേ അറിയുള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഉള്ള സാലഡ് ഉണ്ട് കേട്ടോ. നോക്കിയേ, 4 വെറൈറ്റി സാലഡ് 10 യൂറോക്കാണ് മേടിച്ചത്. കണ്ടപ്പോ അടിപൊളി സാധനം എന്ന് വെച്ചാൽ കഴിച്ചപ്പം അത്ര പോരാ. ഇത് നമ്മുടെ പാസ്ത ആണ്, ഇതിൻ്റെ അകത്ത് സാലഡും. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടപ്പം നമ്മുടെ ഓണത്തിന് അത്തപ്പൂക്കളം ഇട്ട പോലെ ഉണ്ടല്ലേ. പറയുന്ന പോലെ ഓണം അല്ലേ എപ്പാന്ന് പോലും. എന്തായാലും നമ്മുടെ സാധനം കൈക്ക് കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ, എടുക്കാൻ പറ്റത്തില്ല, തീ ഒലിച്ച വിലയാ. കറങ്ങി വന്നപ്പോ ദോണ്ടടാ തീവണ്ടി. ഇത് കണ്ടോ, ഫുൾ ബാർബിക്യൂ സെറ്റാണ്. ഇത് കണ്ട ആരായാലും കഴിച്ചു പോവല്ലേ. അങ്ങനെ ഇതെല്ലാം കണ്ട് കറങ്ങി വന്നപ്പോഴാണ് ദേശീയ പതാക ഇവിടെ കണ്ടത്. എങ്കിലും നമുക്ക് ഇവിടുത്തെ മെനു എന്താ നോക്കി നോക്കാം. മെനു നോക്കി അങ്ങനെ നമ്മൾ ഒരു ഉള്ളിവടയും ഒരു മട്ടൻ ബിരിയാണിയും മേടിച്ചു. ഈ കാണുന്ന ബോസിന്റെ അകത്താണ് മട്ടൻ ബിരിയാണിന് 9 യൂറോ ആണ്. ഇതാണ് ഉള്ളിവട. കിട്ടിയപാടെ ഐശു ഉള്ളിവട തിന്നാൻ തുടങ്ങി. എന്തായാലും വീട്ടിൽ പോവാന്ന് വിചാരിച്ച് തിരിച്ചു നടന്നു. ഈ കടയിന്റെ വർക്കൊക്കെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഫുഡ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ടോയ്സും ഉണ്ട്. എന്നിട്ട് കോട്ട കഴിഞ്ഞോണ്ട് വാപ്പി ടോയ്സ് ഒന്നും മേടിച്ചു തന്നില്ല. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയില് ദാ കിടക്കുന്ന ആ സാധനം കണ്ടത്. പിന്നെ ഒട്ടും ചിന്തിച്ചില്ല, അതിൻ്റെ അകത്ത് ചാടി കയറി. നമ്മൾ സ്പൈഡർമാൻ്റെ ആളായതുകൊണ്ട് ഞാൻ സ്പൈഡർമാൻ്റെ ബൈക്കിൽ തന്നെ കയറിയിരുന്നു. ഞാൻ കയറിയതിൻ്റെ പുറകെ അവളും കയറിയിരിക്കുന്നുണ്ട്. ബോട്ടിൽ കയറിയിരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ കരയുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഇറക്കിയാണ്. അവിടെ മൊത്തം നാട്ടിച്ചു. ആൾക്കാരെ മൊത്തം നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നേരത്ത് നമ്മൾ ഒരുപാട് വെറൈറ്റി ജെല്ലി മുട്ടായിസ് ഉണ്ട്. ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി. നമുക്ക് ബിരിയാണി നോക്കാം.
കൊള്ളാം. മട്ടൻ കഴിച്ചു തുടങ്ങി. കൊള്ളാം, പക്ഷെ ചായക്കാൻ പറ്റുന്നില്ല.